നമസ്കാരം, ട്രൂ ടി വിയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട മലയാളികളെ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം നമ്മളെക്കാൾ ഏറെ കഷ്ടപ്പാടിലൂടെയാണ് ജീവിതം തള്ളി നീക്കുന്നത്. ഇക്കഴിഞ്ഞ നാളിൽ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ധർമ്മടം മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ തന്റെ സ്വത്ത് വിവരങ്ങൾ അടങ്ങിയ രേഖകളുടെ വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരുന്നു. ഈ വിശദാംശങ്ങൾ കണ്ട് ഓരോ മലയാളിയും മൂക്കത്ത് വിരൽ വെച്ച് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യ കമലയ്ക്കും കൂടി ആകെയുള്ള നിക്ഷേപം 1 കോടി രൂപയെന്നാണ് വിവരങ്ങൾ. 45,30,620 രൂപയുടെ നിക്ഷേപവും 56,02,000 രൂപ മൂല്യമുള്ള വസ്തുവകകളും മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ഭാര്യ കമലയ്ക്ക് 60,58,442 രൂപയുടെ നിക്ഷേപമുണ്ട്. മുഖ്യമന്ത്രിയുടെ പേരിൽ 78 സെന്റും ഭാര്യയുടെ പേരിൽ 17.5 സെന്റും ഭൂമിയും മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ കൈവശം 10,000 രൂപയാണുള്ളത്. ഭാര്യയുടെ കൈവശമാകട്ടെ വെറും 5,000 രൂപ. ധർമ്മടത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാമനിർദ്ദേശ പത്രികയിലാണ് ഇത്തരം വിവരങ്ങൾ ഉൾപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രിയുടെ ഈ ആസ്തി വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വന്തമായി ഒരു വാഹനമോ സ്വർണമോ ഒന്നുമില്ല. എന്നാൽ ഭാര്യ കമലയ്ക്ക് 80 ഗ്രാം സ്വർണമുണ്ട്. അതിന്റെ ഇപ്പോഴത്തെ മൂല്യം അനുസരിച്ച് 11.56 ലക്ഷം രൂപ. സത്യവാങ്മൂലം സമർപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ 10,000 രൂപയും ഭാര്യയുടെ കൈവശം 5,000 രൂപയും. 2024-25 സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ച് മുഖ്യമന്ത്രിയുടെ വാർഷിക വരുമാനം 5.33 ലക്ഷം രൂപയും ഭാര്യയുടേത് 5.77 ലക്ഷം രൂപയാണ്. തലശ്ശേരിയിലെ SBI ബ്രാഞ്ചിലെ സേവിങ്സ് അക്കൗണ്ടിൽ 5,13,847 രൂപയുണ്ട്. പിണറായി സർവീസ് സഹകരണ ബാങ്കിൽ 6,312 രൂപയും മറ്റൊരു അക്കൗണ്ടിൽ 1,81,822 രൂപയും 2,000 രൂപയും ഒക്കെയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. സെക്രട്ടേറിയറ്റിലെ സബ് ട്രഷറിയിൽ 37,11,039 രൂപ പിണറായിയുടെ പേരിലുണ്ട്. മലയാളം കമ്മ്യൂണിക്കേഷനിൽ 10,000 രൂപ മൂല്യമുള്ള 1000 ഓഹരികളുണ്ട്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ 500 രൂപയുടെ ഒരു ഓഹരിയും പിണറായി ഇൻഡസ്ട്രിയൽ സഹകരണ സംഘത്തിൽ 100 രൂപയുടെ ഒരു ഓഹരി എന്നിവയാണ് മറ്റ് നിക്ഷേപം. കണ്ണൂർ വിമാനത്താവളത്തിന്റെ 1 ലക്ഷം മൂല്യമുള്ള 1000 ഓഹരികൾ അദ്ദേഹത്തിനുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ നിക്ഷേപം എന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസ് നിലവിലുണ്ട്. SNC ലാവലിനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണ കേസുണ്ട്. എന്നാൽ അത് ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. പക്ഷേ ഈ കേസിൽ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നും ഇവിടെ എടുത്തു പറയുകയാണ്. എന്തായാലും അതിദാരിദ്ര്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും മരുമകനും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ആസ്തി വിവരങ്ങൾക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വാരി അലക്കുന്ന പോസ്റ്റുകളാണ് അദ്ദേഹത്തിനെതിരെ എത്തിച്ചേരുന്നത്. ഇതിൽ തന്നെ സോഷ്യൽ മീഡിയയിലെ ചില രസകരമായ കമന്റുകൾ ഇവിടെ എടുത്തു പറയുകയാണ്. അതായത്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നല്ല കേരളം പണിതിട്ട് പാപ്പരായതല്ലേ, മുഖ്യന്റെ നമ്പരും കൂടി വെച്ചിരുന്നെങ്കിൽ 2,000 രൂപ GPay ചെയ്യാമായിരുന്നു എന്ന കമന്റുകളൊക്കെയാണ് ഇപ്പോൾ ഇത്തരം വാർത്തകൾക്ക് കീഴെ വന്നുകൊണ്ടിരിക്കുന്നത്. പാവം നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു കാശുമില്ല. ദുബായിലെ ബിസിനസ് കണക്കിൽ കാണിക്കണ്ടല്ലോ, കേരളത്തിന്റെ പകുതി വാങ്ങാനുള്ള കാശ് പിണറായിയുടെ കയ്യിലുണ്ടെന്നും നമ്മുടെ നാട്ടിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന നമ്മുടെ പാവം പിടിച്ച പാർട്ടിക്കാരൊന്നും ഇതൊന്നും അറിയുന്നില്ല എന്നും ചുരുങ്ങിയത് 1000 കോടി രൂപയുടെ ആസ്തിയുള്ള ആളാണ് സഖാവ് പിണറായി എന്നും ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും നല്ല സാമ്പത്തികമുണ്ടെന്നും പാവപ്പെട്ട നമ്മുടെ നാട്ടിലെ ചുമരെഴുത്തും അടിയും വഴക്കുമാക്കുന്ന പാവപ്പെട്ട DYFIക്കാർക്കൊന്നും ഇതൊന്നും അറിയില്ല, അവർക്കിതൊരു പാഠമാകട്ടെ എന്നുവരെ കമന്റുകൾ എത്തിച്ചേരുകയാണ്. അത് മാത്രമല്ല, മറ്റൊരു കമന്റ് ഇങ്ങനെയാണ്: കേരളത്തിൽ ദരിദ്രന്മാരില്ല എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വരുന്നതെല്ലാം ദരിദ്രന്മാരാണല്ലോ എന്നും വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിതമെന്നും കമന്റുകൾ വരുന്നു. ഭാര്യയുടെ പെൻഷൻ കാശാണെങ്കിൽ മകൾക്ക് കമ്പനി തുടങ്ങാൻ കൊടുത്തു, ആ കമ്പനി പൂട്ടിപ്പോയെന്നും കമന്റുകൾ വരികയാണ്. എന്തായാലും കോടികളെല്ലാം ബിനാമിയാക്കി സൂക്ഷിച്ചല്ലോ എന്നും ബാക്കി പണം വിദേശത്ത് ഭദ്രമാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നും കമന്റുകൾ എത്തുന്നു. അതേസമയം 3-ാം ഊഴം കാത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരത്തിനിറങ്ങുന്ന നിയമസഭാ മണ്ഡലം എന്നത് തന്നെ മുഖ്യന്റെ ഉരുക്ക് കോട്ടയ കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ്. തുടർഭരണമൊക്കെ ലക്ഷ്യമിട്ട് CPM ഉം LDF-ഉം പിണറായിയെ കളത്തിലിറക്കിയപ്പോൾ അവിടെ UDF സ്ഥാനാർത്ഥിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദിനെയാണ് പ്രതിപക്ഷവും രംഗത്തിറക്കിയിരിക്കുന്നത്.
അതായത് 2011 ധർമ്മടം ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. CPM നേതാവ് KK നാരായണനായിരുന്നു അന്ന് അവിടെ വിജയിച്ചത്. 15,162 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു അന്ന് നാരായണൻ ലഭിച്ചത്. 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ആദ്യമായി മത്സരത്തിനിറങ്ങിയപ്പോൾ 36,905 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് മണ്ഡലം നൽകിയത്. 2021 ഇത് 50,123 ഭൂരിപക്ഷമായി ഉയർന്നു. CPMന്റെ കണ്ണൂർ ജില്ലയിലെ ഉറച്ച കോട്ടകളിൽ ഒന്നാണ് ഈ ധർമ്മടം മണ്ഡലം. ധർമ്മടത്ത് നിന്ന് 3 വട്ടം MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ടതാകട്ടെ CPMന്റെ നേതാക്കളായിരുന്നു. 2011 കോൺഗ്രസിന്റെ കരുത്തനായ മമ്പറം ദിവാകരനെ തോൽപ്പിച്ച KK നാരായണനാണ് നിയമസഭയിൽ എത്തിയത്. 2016 2021 പിണറായി വിജയൻ എതിരികളില്ലാതെ ധർമ്മടത്തെ ജേതാവായി മാറുകയായിരുന്നു. 2016 36,905 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചു. ബനൻകാലം തൊട്ടുള്ള എതിരാളി മമ്പറം ദിവാകരനെ തോൽപ്പിച്ചായിരുന്നു ധർമ്മടത്ത് നിന്ന് പിണറായി വിജയൻ അന്ന് തേരോട്ടം തുടങ്ങിയത്. 2021 C രഘുനാഥൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ പിണറായിയുടെ ഭൂരിപക്ഷം 500,000 കടന്നത്. BJP സ്ഥാനാർത്ഥിയായിരുന്ന CK പത്മനാഭന് കിട്ടിയത് 14,623 വോട്ടുകൾ. LDFന്റെ രണ്ടാം ഊഴവും കടന്ന് മൂന്നാം ഊഴം ലക്ഷ്യമിട്ട് ഇക്കുറി പിണറായി വിജയൻ ധർമ്മടത്ത് തുടർച്ചയായ 3ാം അംഗത്തിന് ഇറങ്ങുകയാണ്. UDFനായി VP അബ്ദുൾ റഷീദ് മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിയെങ്കിൽ NDA സ്ഥാനാർത്ഥിയെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. പിണറായി കോട്ടയായ ധർമ്മടത്തെ അബ്ദുൾ റഷീദ് ഇളക്കുമോ എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. പിണറായി വിജയനെ നേരിടാൻ തന്നെയാണ് VP അബ്ദുൾ റഷീദും തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ട്രൂ TV.